വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള വൃശ്ചികക്കുരു ജനിച്ചവരുടെ രാഹുകേതു മാറ്റ ഫലങ്ങളെ നോക്കാം. കഴിഞ്ഞ 1.5 വർഷക്കാലമായി 5ാം ഭാവത്തിലെ രാഹുവിൻ്റെ സഞ്ചാരം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയും 11ാം ഭാവത്തിലെ കേതുവിൻ്റെ സഞ്ചാരം അനുകൂല ഫലങ്ങളെയും വൃശ്ചികക്കുറുകാർക്ക് നൽകിയിട്ടുണ്ടാകും. 2025 മെയ് 18 മുതൽ 4ാം ഭാവത്തിൽ രാഹുവും 10ാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുമ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നന്നായി ആലോചിച്ചതിന് ശേഷം പ്രവർത്തിക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക സ്ഥിതിയിൽ കയറ്റയിറക്കങ്ങൾ ഉണ്ടാകുന്ന സമയമാണെങ്കിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായ സഹായങ്ങൾ ലഭിക്കുന്നത് മൂലം നിറവേറ്റപ്പെടും. വ്യാഴവും പ്രതികൂലമായി സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ ഏകാഗ്രതയോടെ പഠിക്കേണ്ട സമയമാണിത്. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർ ഇപ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾ ചെറുതാണെങ്കിലും അതിനെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഭാവിയിൽ നിരവധി നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ജോലിയിലുള്ളവർക്ക് ശമ്പള വർധനയും പ്രൊമോഷൻ ലഭിക്കാൻ തടസ്സമുണ്ടാകും. സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചിലർക്ക് ശാരീരിക പ്രശ്നങ്ങൾ കാരണം ജോലിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ഇടയ്ക്കിടെ ചില തടസ്സങ്ങളുണ്ടാകും. തൊഴിൽപരമായി എതിരാളികളും വർദ്ധിക്കും. പക്ഷേ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും ബിസിനസ്സിലെ നിലവിലെ അവസരങ്ങൾ നിലനിർത്തുകയും ചെയ്താൽ ക്രമേണ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകുന്നതാണ്. ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കുന്നതും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഉടനെ ചികിത്സ തേടുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന രാഹുകേതു മാറ്റം വൃശ്ചികക്കുറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വൃശ്ചികക്കുരു ജനിച്ചവരുടെ രാഹുകേതു മാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ധനുക്കുരു ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.